ഹമാസ് തടവിലെ അതിഭീകരമായ അനുഭവങ്ങൾ പങ്കുവച്ച് 2023 ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഒമർ വെങ്കട്ട്. ഗാസയിലെ തുരങ്കങ്ങളിൽ ചിലവിട്ട ഈ ദീർഘകാലം പ്രാർത്ഥനയാണ് തന്നെ ജീവനോടെ നിലനിർത്തിയതെന്നാണ് ഒമർ വെങ്കട്ട് പറയുന്നത്. 505 ദിവസങ്ങളാണ് ഒമർ ഹമാസിന്റെ തടവിൽ കഴിഞ്ഞത്. തുരങ്കങ്ങളിലെ വെളിച്ചമില്ലാത്ത ലോകത്ത് ശാരീരികവും മാനസികവുമായ കഠിനമായ പീഡനങ്ങളെ അതിജീവിച്ചാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. ആ സമയം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നുവെന്നാണ് ഒമർ പറയുന്നത്. തന്റെ കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന വിശ്വാസവും ഈശ്വര ചിന്തയുമാണ് തനിക്ക് കരുത്ത് നൽകിയതെന്ന് അദ്ദേഹം പങ്കുവച്ചു. മോചിതനായ ശേഷം ഇസ്രായേലിലെ യുദ്ധബാധിതരുടെ ശാരീരികവും മാനസികവുമായ സുഖപ്പെടലിനായി പ്രവർത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അറിയിച്ചു. തന്റെ അനുഭവം മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുവാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒമറിന്റെ മോചനത്തിനായി അദ്ദേഹത്തിന്റെ പിതാവ് റാമും കുടുംബവും ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. ഇസ്രായേലിൽ ഇപ്പോഴും തുടരുന്ന മുറിവുകൾ ഉണക്കുന്നതിനും തടവിൽ കഴിയുന്ന മറ്റുള്ളവരുടെ മോചനത്തിനായി ലോകശ്രദ്ധ ക്ഷണിക്കുന്നതിനും ഒമറിന്റെ ഈ സാക്ഷ്യം വലിയ പ്രേരണയാണ് ചെലുത്തുന്നത്.